ഹായ് ഫ്രണ്ട്സ്, ഇനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. കേക്ക് എന്ന് പറഞ്ഞത് പാലൊന്നും ചേർക്കാതെ, നമ്മൾ സോഡാപ്പൊടി ചേർക്കാതെ, നല്ല ഈ കൊക്കോ പൗഡർ ഒന്നും ചേർക്കാതെ, കാരമൽ കളർ കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. നോക്കിയേ, നല്ല സ്പോഞ്ച് പോലാണ് ഇരിക്കുന്ന ഈ കേക്ക് റെസിപ്പി. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. മിക്സിയുടെ ജാറിലും ഉണ്ടാക്കാം. ഞാൻ ബീറ്റർ വഴിയാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് മറക്കല്ലേ. ഒരു മാർബിൾ കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് മാർബിൾ കേക്കിനകത്ത് കൊക്കോ പൗഡർ ഒന്നും ചേർക്കാതെ, പാല് ചേർക്കാതെ, ബേക്കിംഗ് സോഡയും ചേർക്കാതെ, ബട്ടർ ഒന്നും ചേർക്കാതെ നമുക്ക് കാരമൽ കളർ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റായിട്ടുള്ള മാർബിൾ കേക്കാണ്. എല്ലാവർക്കും ഉണ്ടാക്കാം. ഞാൻ ഓവനിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ നമ്മുടെ അടുപ്പിനകത്ത് വെച്ച് ഉണ്ടാക്കിയാൽ മതി, ഓവൻ ഇല്ലാത്തവരെ. അപ്പോൾ ഞാൻ അതിനായിട്ട് 250 ml കപ്പിന് 1.25 കപ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഞാൻ പൊടി എടുത്ത് വെച്ചതാണ്. ഈ കപ്പിന് 1.25 കപ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇടുക. ഇത് അരയാണ്. 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ. നമ്മൾ ബേക്കിംഗ് സോഡ ഇതിനകത്ത് ചേർക്കുന്നില്ല. ബേക്കിംഗ് പൗഡറാണ് 1 ടീസ്പൂണ് ഇട്ടേക്കുന്നത്. ഈ സ്വല്പം ഒരു പിഞ്ച് ഉപ്പൂടി ഇട്ടിട്ട് നമുക്കൊന്ന് 3 പ്രാവശ്യം ഒന്ന് തെള്ളിയെടുക്കാവേ. സ്വല്പം ഉപ്പൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെയാണ് ഒരു 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുക. ഞാനിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. കേക്കൊക്കെ ഉണ്ടാക്കുന്ന വശമുള്ളവർ ഇങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലാത്തൊരു ആദ്യമായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഒരു 3 പ്രാവശ്യം ഒന്ന് തെള്ളിയെടുക്കണം. ഇത് പൊടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക്, വെള്ളമൊന്നും ഇല്ലാത്തൊരു ബൗളിലേക്ക് 4 മുട്ടയാണ് എടുക്കേണ്ടത്. മുട്ടയുടെ ഈ അളവും 4 തന്നെ വേണം. അപ്പോൾ നമ്മൾ പാലൊക്കെ ഉപയോഗിക്കാത്ത കാരണം 4 മുട്ട തന്നെ വേണം. ഈ 4 മുട്ട ഇതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാവേ. മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാവേ. 4 ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസ് കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ മുട്ടയൊന്ന് നല്ലോണം അടിച്ചുകൊണ്ട് വരാം കേട്ടോ. ഞാനിപ്പോൾ ബീറ്ററിലാണ് അടിക്കുന്നത്. ബീറ്റർ ഇല്ലാത്തവർക്ക് ഇത് വെച്ച് നല്ലോണം ഒന്ന് അടിച്ച് പതപ്പിച്ചെടുത്ത് വെച്ചാൽ മതി. ഇതൊന്ന് ആദ്യമേ ഒന്ന് പതപ്പിച്ച ശേഷം മൈദ എത്രയാണോ എടുത്തത് അത്രയും പൊടിച്ച പഞ്ചസാര ഇടണം. 1.25 കപ്പ് മൈദ എടുത്തത് കൊണ്ട് 1.25 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തുകൊണ്ട് വരാം. ഇതുപോലെ പഞ്ചസാര 1.25 കപ്പാണ് ഇടുന്നത്. 1.25 കപ്പ് ഇടാൻ പോവാണ്. 1 കപ്പ് ആദ്യം ഇട്ട് അത് കഴിഞ്ഞ് 1/2 കപ്പ്. ആദ്യം മുട്ട ഒന്ന് അടിച്ച ശേഷം വേണം നമ്മൾ പഞ്ചസാര ഇടാൻ. അങ്ങനെ നമുക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇടാവേ. 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം അടിച്ച് നല്ല വൈറ്റ് നിറം വരണം. അതുപോലെ അടിച്ചെടുക്കാം. നല്ലോണം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. നല്ല വൈറ്റ് നിറമാണ് ഇതിന്. വൈറ്റ് നിറം. ഇനി നമുക്ക് 100 ഗ്രാം ബട്ടറാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. ബട്ടർ ഇട്ട് 100 ഗ്രാം ബട്ടർ ഇട്ടിട്ട് 100 ഗ്രാം ഓയിലോട് ഒഴിക്കുക. അല്ലെങ്കിൽ 200 ഗ്രാം ബട്ടർ. ഞാൻ രണ്ടും കൂടെ സമാസമം ചേർക്കുകയാണ്. ബട്ടർ ഇല്ലാത്തവരെ ഓയിൽ ചേർത്താൽ മതി. നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം നമുക്ക്. എന്നിട്ട് 1/4 കപ്പ് ഓയിലൂടെ ഒഴിക്കുക. ഞാൻ 100 ഗ്രാം ബട്ടറും 1/4 കപ്പ് ഓയിലൂടെയാണ് ഒഴിച്ചത്. ഒഴിച്ചു നമുക്ക് പൊടി ഇതിലേക്ക് ഇടാം. അരിച്ചു വെച്ചിരിക്കുന്ന പൊടി കുറേശ്ശെ ഇട്ട് നമുക്ക് സ്പീഡ് 1 ഇട്ടുകൊണ്ട് പയ്യെ ഒന്ന് കറക്കാൻ മതി. ഇപ്പം നമ്മുടെ ബാറ്റർ ശരിയായിട്ട് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടോ. നല്ല ഇതായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഇളക്കുമ്പം സൂക്ഷിച്ച് ഇളക്കാൻ ശ്രമിക്കുക. എല്ലായിടും നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ. കുറച്ച് ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. ഈ സമയമാണല്ലോ നമ്മൾ കൊക്കോ പൗഡർ ഇടുന്നത്. അപ്പോൾ ഈ സമയത്ത് കൊക്കോ പൗഡറിന് പകരം ഞാൻ ഇതുപോലെ കാരമൽ കളറാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ കേക്ക് സെയിൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കാരമൽ കളറുണ്ട്. നിങ്ങൾക്കില്ലെങ്കിൽ പഞ്ചസാര കാരമൽ ചെയ്യണം. എൻ്റെ പല വീഡിയോയിലും കാരമൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുണ്ട്, ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. എൻ്റെ പ്ലം കേക്കിനകത്തൊക്കെ ഉണ്ട് അങ്ങനെ. അപ്പോൾ ഞാനിതൊരു 1/2 ടീസ്പൂൺ ഒഴിക്കുവാണ് ഇതിലേക്ക്. വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പം കാരമൽ നിറമായിരിക്കും നമ്മുടെ ഇതിന് കിട്ടുന്നത്. നമ്മുടെ കൊക്കോ പൗഡറിൻ്റെ ഒന്നും ചുവയില്ലാതെ നല്ല ടേസ്റ്റായിട്ട് നല്ല മധുരത്തിൽ കിട്ടും നമുക്ക് ഇത്. കണ്ടോ കണ്ടോ.
ഓവൻ ഇവരെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. വാനിലയായിട്ടുള്ള ബാറ്ററി ഇരിപ്പുണ്ട്. രണ്ടും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ പാത്രത്തിലേക്ക് ഞാൻ ഇതുപോലെ പേപ്പറൊക്കെ വെച്ച് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. പേപ്പർ വെച്ച് സെറ്റപ്പ് ആക്കുന്നുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് ഈ വാനിലയുടെ കുറച്ച് മാവ് ഇതിലേക്ക് ഒഴിക്കാവേ. മാർബിൾ കേക്കൊക്കെ ഉണ്ടാക്കുക നമ്മൾ ചോക്ലേറ്റിൻ്റെ കേക്ക് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. ചോക്ലേറ്റ് കൊക്കോ പൗഡർ കൊണ്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിലോട്ട് നമ്മുടെ കുറച്ച് കാരമൽ ചെയ്ത കളറ് ഒഴിക്കണം. വേണ്ടേ? അങ്ങനെ നമുക്ക് മൊത്തം ഒന്ന് ഒഴിച്ചെടുക്കാവേ. സമയം നമുക്ക് ഓവൻ ഇല്ലാത്തവരും മറ്റേ പാത്രം എന്തെങ്കിലും ഒരു ചെരുവോ എന്തെങ്കിലും അടുപ്പ വെച്ച് ഫ്രീ ഹീറ്റ് ചെയ്യണം കേട്ടോ. ഈ സമയം ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് വാനില ഒഴിക്കാം. അങ്ങനെ നമുക്ക് മൊത്തം ഒഴിച്ച് സെറ്റപ്പാക്കാം. മാവ് മൊത്തം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് ഇതുപോലത്തെ ഒരു ഇതും കൊണ്ട് നമുക്ക് മൊത്തം ഒന്ന് ഇളക്കി കൊടുക്കാവേ. നമുക്ക് നല്ല ഡിസൈനും കിട്ടും. മാവില്ലാത്തടത്തും ആവും. ഇത് കണ്ടോ ഒക്കെ തട്ടി കൊടുത്തിട്ട് ഓവനിലേക്ക് വെക്കാം. നല്ലോണം ഒന്ന് 2-3 പ്രാവശ്യം തട്ടി കൊടുത്തിട്ട് ഓവനിൽ വെക്കാവേ. ഞാൻ ഓവനകത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കണ്ടോ. ഞാൻ 160-ലാണ് വെച്ചേക്കുന്നത്. സിമ്മേല കണ്ടോ. ഞാൻ അരമണിക്കൂർ നേരത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അരമണിക്കൂർ നേരം വെന്തിട്ട് കാണിക്കാം. കേക്ക് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാവേ. തുണിയൊക്കെ കൂട്ടി പിടിക്കണം. ഓവനല്ലാതെ പാത്രത്തിലാണേലും ഇതുപോലെ കണ്ടോ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് കുത്തി നോക്കാം വെന്തോന്ന്. കണ്ടോ നമ്മുടെ മാർബിൾ കേക്ക് സോഡാപ്പൊടിയും ബട്ടറും പാലും ഒന്നും ചേർക്കാത്ത വെന്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മളിങ്ങനെ ഒന്ന് കുത്തി നോക്കണേ. നല്ല പഞ്ഞി പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ കേക്ക് കണ്ടില്ലേ പൊങ്ങി വന്നേക്കുന്നത് നിങ്ങൾ കാണാമോ നിങ്ങൾക്ക്? ഈ കേക്ക് ഇന്ന് മുറിക്കത്തില്ല, നാളെയാണ് ഇത് മുറിക്കേണ്ടത് കേട്ടോ. നാളെ മുറിക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടുന്നത്. ഇതിപ്പോൾ നമുക്കിങ്ങനെ വെക്കാവേ, ചൂടാറട്ടെ. നമ്മുടെ മാർബിൾ കേക്ക് ഇത് ഞാൻ പാത്രത്തിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. അത് ഒന്നും കരിഞ്ഞിട്ടില്ല. പാത്രം നല്ല ഇതായിട്ട് ഇരിക്കുന്നു. അതെടുത്ത പേപ്പർ കണ്ടു നല്ല ഇതായിട്ടിരിക്കുന്നു. അത് മുറിച്ച് കാണിക്കാവേ നിങ്ങളെ ഞാൻ. ഉണ്ടോ. ഇത് നമ്മളിപ്പോൾ ഇതിനകത്ത് കൊക്കോ പൗഡർ ചേർത്തിട്ടില്ല, പാല് ചേർത്തിട്ടില്ല, സോഡാപ്പൊടി ചേർത്തിട്ടില്ല, ഒന്നുമില്ല. ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ അപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നല്ല ഹൈറ്റി വന്നിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ നല്ല സ്പോഞ്ച് പോലാണ് ഇരിക്കുന്നത്. കാണുമ്പോഴേ അറിയാമല്ലോ. അപ്പോൾ ഞാനിത് മുറിച്ച് കാണിക്കാവേ. ഇത് നമ്മുടെ ആ ചതുരപാത്രത്തിൽ ഉണ്ടാക്കിയാൽ നമുക്ക് പീസായിട്ട് കണ്ടിക്കാൻ എളുപ്പമാണ് കേട്ടോ. ഞാനിപ്പം ഇതിനകത്തങ്ങ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. കണ്ടോ നല്ല പഞ്ഞ് പോലെ ഇരിക്കുന്ന ഒരു കേക്കാണ്. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് വീട്ടിലേലും മിക്സിയുടെ ജാറിലാണെങ്കിലും ഉണ്ടാക്കി. ഞാൻ അങ്ങനെ ഉണ്ടാക്കിയ കേക്കിൻ്റെ ഒക്കെ റെസിപ്പി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കണം എല്ലാവരും ഒന്ന്. അപ്പം ഞാൻ മാർബിൾ കേക്ക് മാത്രം ഇട്ടിട്ടില്ലായിരുന്നു. ഒരാൾ ചോദിച്ചിരുന്നു മാർബിൾ കേക്കിൻ്റെ റെസിപ്പി ഒന്ന് ഇടാവോ എന്ന്. അതുകൊണ്ടാണ് കേട്ടോ. അത് ഇത് കണ്ടോ പഞ്ഞി പോലെ കേക്ക് ഇരിക്കുന്നത്. പൊടിയൊന്നും പോലെ ഉണ്ടോ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന അതേപോലെ നോക്കിയാൽ നിങ്ങളെ. കൊക്കോ പൗഡർ അല്ല, നമ്മുടെ കാരമൽ കളറാണ്. കാരമൽ കളർ മേടിക്കാൻ ഞാൻ കടയിൽ നിന്ന് മേടിച്ച് ഞാൻ കേക്ക് സെയിൽ ചെയ്യുന്ന ആളായതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലുള്ളത് കൊണ്ട് ചെയ്തതാണ്. ഇത് നമുക്ക് പഞ്ചസാര കാരമൽ ചെയ്യണം. 1 കിലോ കേക്കാണെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര കാരമൽ എടുത്തിട്ട് 2-3 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കാരമൽ ചെയ്ത് എന്നിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. കൊക്കോ പൗഡറിന് പകരം ഞാനിത് മൊത്തം ഒന്ന് കട്ട് ചെയ്യട്ടെ. ഓക്കെ. 1 കിലോ കേക്ക് എത്ര പീസാണ്? നമ്മളിത് കടകളിൽ നിന്ന് മേടിക്കണമെങ്കിൽ നല്ല പഞ്ഞി പോലെ നോക്കിയേ കൂട്ടുകാരെ. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത് കാരമൽ ചേർത്ത് ഇത് സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് ഇതിൻ്റെ മയം കണ്ടോ നല്ല പഞ്ഞി പോലെ. കടയിൽ കിട്ടുന്ന ബേക്കറി കിട്ടുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ എത്ര പീസാണ് കിട്ടിയിരിക്കുന്നത് 1 കിലോ കേക്കിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോ കാണാൻ ടാറ്റാ.